നമസ്കാരം. വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് സാമൂഹ്യ പ്രസക്തമായ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കല്യാണ കാര്യങ്ങൾ പറയാം. കല്യാണം എങ്ങനെ കഴിക്കണം, അത് മാരേജ് എങ്ങനെ കഴിക്കണം, മാരേജ് ലവ് മാരേജ് ആണോ നല്ലത്, അറേഞ്ച് മാരേജ് ആണോ നല്ലത്, അതല്ല ലിവിങ് ടുഗദർ ആണോ നല്ലത്, അതുമല്ല മാരേജ് കഴിക്കാതെ നടക്കുന്നതാണോ നല്ലത് എന്നുള്ളത് രസകരമായൊരു ചിന്തയാണ്. അപ്പം കല്യാണം കഴിക്കണോ, കല്യാണം എങ്ങനെ കഴിക്കണം, വീട്ടുകാർ അറേഞ്ച് ചെയ്ത് കഴിക്കണോ, ലവ് മാരേജ് കഴിക്കണോ, അതല്ല ലിവിങ് ടുഗദർ പോലെ അത് നടക്കണോ? ഇതാണ് ഇന്ന് പലരും ഒരു ടീനേജേഴ്സിൻ്റെ മേളിലുള്ളവർ ചിന്തിക്കുന്നത്. അപ്പം പ്രകൃതിയിൽ മനുഷ്യൻ മാത്രമാണ് ഈ കല്യാണമായിട്ടൊക്കെ ചെയ്യുന്നത്. മറ്റു മൃഗങ്ങളൊന്നും കല്യാണമൊന്നും കഴിക്കുന്നില്ല. നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു ബയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, കുട്ടികളുണ്ടാക്കുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ബാക്കി മൃഗങ്ങളെല്ലാം. മനുഷ്യനാണ് അറേഞ്ചായിട്ട് ഇങ്ങനെയൊക്കെ പർട്ടിക്കുലർ ആളെ നോക്കി കല്യാണമെല്ലാം കഴിക്കുന്നതൊക്കെ മനുഷ്യരാണ് അറേഞ്ച് ചെയ്ത് നടക്കുന്നത്. അപ്പം ഈ അറേഞ്ച് മാരേജിൽ ഇന്നൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം ഇപ്പം നമുക്ക് മാട്രിമോണിയിൽ പെണ്ണിൻ്റെ അച്ഛനോ ചെറുക്കൻ്റെ അച്ഛനോ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ നോക്കും, അല്ലെങ്കിൽ അടുത്ത് പരിചയക്കാരടുത്ത് ചോദിക്കും. അപ്പോൾ അവർ ആദ്യം നോക്കുന്ന അറേഞ്ച് മാരേജിനകത്തൊക്കെ നോക്കുന്നത് അതിനകത്തെല്ലാം ഡീറ്റെയിലും വെച്ചേക്കുമല്ലോ. ജാതി, ഉപജാതി, പിന്നെ വയസ്സ്, പിന്നെ ജോലി, സാമ്പത്തികം, പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതായത് ജാതി, മതം, പിന്നെ വയസ്സ്, പൊക്കം, അതുപോലെ തന്നെ വണ്ണം, വെയിറ്റ്, പിന്നെ ഇതുപോലെ തന്നെ ജോലി, സമ്പാദ്യം, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാമാണ് ശരിക്കും. അതുപോലെ കളറ്, അങ്ങനെയൊക്കെയാണ് എല്ലാത്തിനകത്തും വെക്കുന്നത്. അപ്പം ഇതിനകത്തൊക്കെ ഈ മാട്രിമോണിയലിനകത്തെല്ലാം ഈ അഡ്വർടൈസ്മെൻറ്റിനകത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നതിനകത്തൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭയങ്കര ഫാക്ടറുണ്ട്. അതായത് ജാതകപ്പൊരുത്തം എല്ലാം ഇവിടെ ആണെങ്കിൽ, വേറെ അടുത്തൊന്നുമില്ല, ഇവിടെ ആണെങ്കിൽ. പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം, പ്രധാന ഒരു സംഭവം വിട്ടുപോകുന്നത് മനപ്പൊരുത്തമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ യോജിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സ് സെലക്ട് ചെയ്യല്ലോ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇടപഴകി അവരുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളുമായിട്ട് നമ്മുടെ അതേ വൈബ് എന്ന് പറയുന്ന ആ സാധനമായിട്ടും ഒക്കെ ആയിട്ട് ഉള്ളവരെയാണ് നമ്മൾ ഫ്രണ്ട്സായിട്ട്, അല്ലാത്തടത്തും നമ്മൾ ശരിക്കും റിയൽ ഫ്രണ്ട്സായിട്ട് കൂടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമേ ഇതിനകത്ത് വിട്ടുപോവുകയാണ്. ഈ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഈ സാധനം ഫുള്ള് വിട്ടിട്ട്, അതായത് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് പറയുന്നത്, അതായത് എന്ത് പഠിക്കണം, എന്തെല്ലാം അവരുടെ കാഴ്ചപ്പാട്, ജീവിതത്തോടുകൂടിയുള്ള കാഴ്ചപ്പാട്, അവരെങ്ങനെയാണ് അതെല്ലാം കംപ്ലീറ്റ് ഈ ഒരു മാട്രിമോണിയലിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഹിഡനാണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ ഒരു ആസ്പെക്റ്റ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, എനിക്ക് ചിക്കനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് മട്ടനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ ഫുഡ്, അല്ലെങ്കിൽ എൻ്റെ ആ ജീവിത രീതികൾ, കറങ്ങാൻ പോകുന്ന ഇഷ്ടം, അല്ലെങ്കിൽ സ്പോർട്സിന് ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടക്കേട്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കാനായിട്ട്, ഇത് കഴിഞ്ഞാലും ഒരു എൻഗേജ്മെൻറ്റ് പോലെയൊക്കെ വെച്ചാലും ഒരു 5-6 മാസത്തേക്ക് രണ്ടുപേർക്കും ഒരു സമയം ആൾക്കാർ കൊടുക്കുന്നുണ്ട്, വീട്ടുകാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തിനകത്ത് ഇതുപോലെ അടിച്ചു പിരിഞ്ഞ പലരും ഉണ്ട്. പലരും ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് തമ്മിലിട്ട് യോജിക്കാത്ത പല റീസൺസും കാണും. അതോടുകൂടി ഇവർ വഴിക്ക് പോകും. പക്ഷേ ആക്ച്വലി ഇവരെ യോജിപ്പിച്ച് വിട്ടാനുള്ള ഗതികേട് ആലോചിച്ചോളണം. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ ലക്ഷങ്ങൾ കല്യാണത്തിന് മുടക്കി, ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കിയാണ് ഈ കല്യാണം എന്ന മാമാങ്കം നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇഷ്ടമില്ലാത്ത 2 പേർക്ക് വേണ്ടി ബാക്കിയെല്ലാം കറക്റ്റൊക്കെ ആയിരിക്കും, എല്ലാം റെഡിയായി വീട്ടുകാരെല്ലാം പറയും. പക്ഷേ നമ്മളിൽ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, ഈ അണ്ടിയോടെ അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതേപോലെ ഇതിനകത്ത് ഇവർ ഈ സാധനം വിട്ടിട്ടാണ് ഇവരെ യോജിപ്പിക്കുന്നത്.
അപ്പോൾ ഇവർ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഭയങ്കര വെള്ളമടിയായിരിക്കും, സഹിച്ചു പോകും ഭാര്യ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, ഭർത്താവ് സഹിച്ചു പോകും. പക്ഷെ ഇപ്പോഴും സഹിക്കാനൊന്നും പിള്ളേർക്ക് അങ്ങനെ വലിയ ശേഷി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകത്ത്, ഒരാഴ്ചക്കകത്ത് അടിച്ചു പിരിഞ്ഞ കല്യാണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ 2 ആഴ്ച വേണ്ടി അല്ലെങ്കിൽ 1 മാസത്തേക്ക് വേണ്ടി മാമാങ്കം നടത്താൻ കോടികൾ ഇറക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഈ ഒരു എക്സാം നടത്തിയിരുന്നെങ്കിൽ, അതായത് ഇവർ തമ്മിൽ യോജിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ, അതായത് നമുക്ക് പറഞ്ഞില്ല, വെള്ളം അടിക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യങ്ങളും പഠിത്ത കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചാൽ യോജിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് പോരെ ഈ ബാക്ക് ഫാക്ടറുകളൊക്കെ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഫാക്ടറുകളൊന്നും തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പൊക്കമോ അല്ലെങ്കിൽ വണ്ണമോ അല്ലെങ്കിൽ നമ്മൾ അയാളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അയാളുടെ ബാക്കി സാമ്പത്തികമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ, ആരും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഫ്രണ്ടാവാൻ പോകുന്നത്. അങ്ങനെ നോക്കി ആരും ഫ്രണ്ടായ ചരിത്രമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴും ഇതിനകത്ത് ഈ ഹിഡൻ ഫാക്ടർ ഈ മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റുകളിലും നമ്മൾ കന്വേഷിച്ച് പോണതിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും കല്യാണങ്ങൾ ശരിക്കും ഓടിപ്പോവും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഈ ലവ് മാരേജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അപ്പോൾ ഈ ലവ് മാരേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇഷ്ടം തോന്നും, ശരിയാണ്, ഫ്രണ്ട് പോലെ ഇഷ്ടം തോന്നും. പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ലവ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരുടെയും ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഹൈഡ് വെച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, അവരുടെ അടുത്ത് കൂടുതൽ പെരുമാറാൻ പോകുന്നത്. അപ്പം ചെറിയ ഇഷ്ടം, ഇപ്പോൾ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ണ് ഇഷ്ടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മൂക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക, സംസാരം ഇഷ്ടപ്പെട്ടിരിക്കുക, തലമുടി ഇഷ്ടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ പെരുമാറ്റ രീതി ഇഷ്ടപ്പെട്ട, അങ്ങനെ പല കാര്യങ്ങളിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഈ ലവ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാക്കുന്നത്. ബാക്കി ഒന്നും യോജിക്കണമെന്നില്ല, അതാണ് വിറ്റ്. അപ്പം അത് നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ സെക്ഷുവലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വളരെ കൂടുതലാവും. അതോടുകൂടി ലവ് മുറുകും, പ്രശ്നമാകും. അത് കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അടുത്തിടപഴകുമ്പോഴാണ് ഇവരുടെ ഇഷ്ടക്കേടുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വരുന്നത്. അതോടുകൂടി ഇത് അടിച്ചു പിരിയുന്നതിലോട്ട് പോകും. അപ്പോൾ അതാണ് ഈ ലവ് മാരേജിൻ്റെ ഒരു വലിയ പ്രശ്നം. അപ്പം നമ്മൾ ലവ് മാരേജ് നല്ലൊരു പക്വത വന്നൊരു ഏജിൽ ലവ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ ബാക്കി കാര്യങ്ങളോട് ആലോചിക്കും. അതായത് നമുക്ക് നിന്ന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവർ യോജിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടോ, ഈ പർട്ടിക്കുലർ ഇഷ്ടം മാത്രമല്ല ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ നമ്മൾ തിരക്കല്ലെങ്കിൽ നമ്മൾ മനസ്സുണ്ടെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു ലവിൽ പോകുന്നത്. അതൊരു 24-25 വയസ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് വരില്ല. നമ്മുടെ ബയോളജിക്കലായിട്ടുള്ളൊരു പ്രത്യേകതയാണത്. അപ്പം ലവിൻ്റെ ഒരു ഫെയിലിയറിൻ്റെ ഒരു കാര്യം മുഴുവൻ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. അതായത് ഇതിനകത്ത് നമ്മൾ പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം വെച്ചിട്ടാണ് നമ്മളിത് പോകുന്നത്. ബാക്കി കുറേ ഇഷ്ടക്കേടുകൾ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അറിയാതിരിക്കുകയോ ചെയ്യും. അത് നമ്മൾ കൂടുതലും അടുത്ത് ഇൻറ്റിമസി ഒരു ലോഫുൾ ആയിട്ടുള്ള വെഡ്ഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ പ്രശ്നങ്ങളിലോട്ട് അത് കൂടുതൽ കയറിപ്പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അടുത്തൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന റിലേഷൻസ് ഉണ്ട്. അത് ഒരു വിധത്തിൽ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ നടക്കുന്നു, ഫ്രണ്ടിനെ കല്യാണം കഴിച്ചിട്ടല്ലല്ലോ നടക്കുന്ന കൂടെ, മനസ്സിലായി? ഫ്രണ്ടിൻ്റെ കല്യാണം കഴിച്ചിട്ടുകൂടെ അല്ല നടക്കുന്നത്. ആണുങ്ങളുടെ കൂടെയാണെങ്കിൽ ആണുങ്ങൾ, പെണ്ണുങ്ങളുടെ കൂടെയാണെങ്കിൽ പെണ്ണുങ്ങളും. പണ്ടങ്ങനെ, ഇപ്പം അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് ഫ്രണ്ടായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ നടക്കാനായിട്ട് ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ഒരു കുട്ടിയാവുന്ന സമയത്ത് മാത്രം കുട്ടിക്ക് ഇപ്പോൾ സ്വത്തവകാശങ്ങൾ പോകുന്നതിന് കുട്ടിക്ക് ലീഗലായിട്ടൊരു ഫാദറും മദറും വേണമെന്നുള്ളതൊക്കെ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലൊരാവശ്യം എന്നുള്ള നിലയിൽ അത് നമുക്കപ്പോൾ ലോഫുൾ ആയിട്ടുള്ള വെഡ്ഡിങ് ആക്കിയാൽ മതി. പക്ഷേ ഈ ലീഗൽ റിലേഷൻഷിപ്പിൽ നമ്മൾ ലിവിങ് ടുഗദർ എന്നുള്ള റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമേ ചുമ്മാ ഫ്രണ്ട്ലി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സെക്ഷൽ റിലേഷൻസ് ഇല്ല എന്തെങ്കിലുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അയാളെപ്പറ്റി നല്ലതുപോലെ, അല്ലെങ്കിൽ അവളെപ്പറ്റി നല്ലതുപോലെ തിരക്കിയിട്ട് വേണം ആ രീതിയിൽ നിങ്ങൾ ലിവിങ് ടുഗദർ ആണെങ്കിലും പ്രൊസീഡ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുമായിട്ട് ദീർഘകാലം ദിവസം ലിവിങ് ടുഗദർ മാറണമെന്ന് നടക്കാത്ത കാര്യമാണ്. പിന്നെ അതൊന്നും അത്ര വർക്കൗട്ട് ആവുകയില്ല. അപ്പം അത് കുറച്ചു കാലം ലോങ് ടേം റിലേഷൻഷിപ്പിൽ അത് പോകണം എന്നുണ്ടെങ്കിൽ
നമ്മൾ അതിന് മുമ്പേ തന്നെ ലിവിങ് ടുഗദറിന് മുമ്പ് തന്നെ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തിരക്കിയിരിക്കണം, നമ്മളല്ലേ മനസ്സിലാക്കിയിരിക്കണം. ഇയാൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവളെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, നമ്മൾ യോജിച്ച് പോകുമോ, നമ്മുടെ രീതി എന്നെല്ലാം നിങ്ങൾ ഒരു ട്രാക്കിലില്ലാതെ മാറി നിന്ന് നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം അതിൽ പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പം അപ്പോഴുള്ള ഒരുപാട് ഗുണമുണ്ട്. ഈ കോടിക്കണക്ക് രൂപ ഇറക്കി കല്യാണം നടത്തേണ്ട, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കുറേ സമയം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയാവണമെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിക്കുമ്പോഴും മാത്രം മതി അതിലോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള മെത്തേഡ്. അപ്പം ഇനി ഒരു കൂട്ടർ കല്യാണം കഴിക്കാൻ നടക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ട് ഇപ്പം. അപ്പം അവർക്ക് കുറേ ന്യായങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, ശരിയാണ്, അതും ശരി തന്നെയാണ്. കല്യാണം കഴിക്കാതെ നടന്നെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പലർക്കുമായിട്ട് ലിവിങ് ടുഗദറായിട്ട് പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല, അതിലും ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ നമ്മുടെ കേരളത്തിൽ ലോകത്ത് പലയിടത്തും അഡ്വാൻസ് രാജ്യങ്ങളിലെല്ലാം പതുക്കെ വളരെയധികം കുറയാണ്. അപ്പോഴത്തെ സംഭവം മനുഷ്യനെന്നുള്ളൊരു നമ്മുടെ ഒരു DNA ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ തന്നെ ഇത്രയും ഒരുപാട് ഇന്ത്യയിൽ ലോകത്ത് സ്പ്രെഡ് ചെയ്യും, അവന് ബാക്കി മൃഗങ്ങളെക്കാളും ആധിപത്യം വന്നതിനൊക്കെ കാരണം പോപ്പുലേഷനാണ്. നമ്മൾ കൂടുതൽ ഓവർ പോപ്പുലേഷൻ ആയിപ്പോയി, പക്ഷേ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ വേണമെങ്കിൽ ഇനി കേരളത്തിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾ എന്നുള്ളൊരു ആൾക്കാർ നിലനിൽക്കണമെങ്കിലും മലയാളികൾ ഇവിടെ വേണമെന്നുള്ളതും ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുട്ടികളെ നമുക്ക് കൊഞ്ചിക്കാനും താലോലിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടികൾ തന്നെ വന്നാലേ പറ്റുള്ളൂ, അല്ലാതെ എത്രയാണെങ്കിലും പറ്റില്ല. അത് കാരണം നമ്മുടെ ബയോളജിക്കലായിട്ട് തന്നെ നമുക്ക് അവരുമായിട്ടൊരു അട്രാക്ഷൻ വരും. പല കാര്യങ്ങളും, നമ്മുടെ സ്മെല്ല്, നമ്മുടെ ചൂട്, അതെല്ലാം അവരുമായിട്ട് നമുക്ക് ഭയങ്കര സാമ്യം വരും. ഭയങ്കര സാമ്യമല്ല, നമ്മൾ തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഒരു രസത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം. 1-2 കുട്ടികളായാലും മതി. അതിൻ്റെ ഒരു ആസ്പെക്റ്റ്, ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിലും നല്ല രസമാണ് അതിനെ വളർത്താനും. അതിൻ്റെ പിള്ളേർ കുറേ ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, പക്ഷേ അതേപോലെ തന്നെ ഭൂമിയിലെല്ലാം ഒരുപോലെ രസമുള്ള ഒരു സാധനവുമില്ല. എല്ലാത്തിനും ഒരു മറുവശം കൂടെ ഉണ്ട്. പിള്ളേരെ വളർത്തുമ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അതായത് കൊച്ചിലെ ആകുമ്പോൾ അതിനെ നോക്കണം, കാര്യങ്ങൾ ചെയ്യണം, അതിന് മലമൂത്രം ഇങ്ങനത്തെ എല്ലാം ചെയ്യണം. പിന്നെ പ്രസവിക്കുമ്പോൾ പല പെൺപിള്ളേരും പഠിച്ച് പ്രസവിക്കുമ്പോൾ വയറിത്തിരി വലുതാവും, തിരിച്ചു വരുമ്പോൾ വയറിൻ്റെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയും. അതിന് പ്രസവിക്കുന്ന ഒരു വയറുവേദനയുള്ള വേദനിക്കുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ അതിനൊക്കെ ഒരു നല്ല വശമുണ്ട്. അതായത് അതുപോലെ കുട്ടികൾ, നമ്മൾ പറയുന്ന പോലെ എല്ലാ കുട്ടികളും എല്ലാ അച്ഛനമ്മമാരെയും തോന്നിയാസം പോലെ നടക്കുന്നവരല്ല. കുട്ടികൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അച്ഛനും അമ്മയായിട്ടുള്ള നല്ലൊരു ശതമാനം പേർക്ക് അങ്ങനെയുണ്ട്. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെ പിള്ളേരുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. എല്ലാവരും ഇപ്പം ജനറലായിട്ടൊക്കെ പറയും, ഇവരൊക്കെ എവിടെയെങ്കിലും പോകും കാര്യങ്ങൾ. പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയൊക്കെ പോയാലും നമ്മൾ തന്നെ ഒരാഴ്ച ജനിക്കുന്നു എന്നുള്ള എൻ്റെ തിയറി പ്രകാരം അവർ നമ്മളോട് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. കൂടെ നിന്നെല്ലാം സഹായിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ വരണമെന്നോ ഒന്നും അല്ല പറയുന്നത്. എപ്പോഴും അവർക്കൊരു നമ്മളൊരു ഇഷ്ടം, അല്ല കൊച്ചിലെ പിള്ളേരുടെ കളിയും തമാശയും വളരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ കിടക്കും മറിഞ്ഞു വീഴുന്നത്, ഇതുപോലത്തെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനും വളർത്താനുള്ളൊരു ടാക്റ്റിക്കും എല്ലാം മനുഷ്യനെന്ന് പറഞ്ഞൊരു രീതിയിൽ എല്ലാ ജീവജാലങ്ങളും നോക്കിയാൽ അതിൻ്റെ കുട്ടികളെ വളർത്തുന്നത് വളരെ രസകരമായ രീതിയിലാണ് വളർത്തുന്നത്. അവർ നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് വളർത്തുന്നത്. നമ്മളും അങ്ങനെയാണ്. അപ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടായാലേ പറ്റും, അല്ലാതെ നടക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഇന്നത്തെ കണ്ടീഷനിൽ കല്യാണം കഴിക്കാതെയും കുട്ടികളുണ്ടാക്കാം കേട്ടോ. പക്ഷേ ലീഗലി ഒരുപാട് പ്രശ്നങ്ങളും ഇന്നത്തെ സാമൂഹ്യത്തിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പണ്ടും ഇതുപോലെ ഇല്ലീഗലായിട്ടൊക്കെ ഒരുപാട് പേര് കുട്ടികളുണ്ടാക്കിയ ചരിത്രമുണ്ട്. പക്ഷേ നമ്മൾക്ക് ലീഗലായിട്ട് കുട്ടികളെ നമ്മൾ കെയർ ചെയ്യണം, നമ്മുടെ സ്വത്തുകളും കാര്യങ്ങളും എല്ലാം നമ്മളല്ലേ ജോലികളെല്ലാം അവരെ ഏൽപ്പിക്കണമെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾ വേണം, കുട്ടികളുണ്ടെങ്കിലും പറ്റും. അപ്പോൾ അതിന് ലീഗലായിട്ട് എല്ലാം കല്യാണം കഴിക്കണം. ലിവിങ് ടുഗദറായിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചാലും മതി. നമ്മൾ കാര്യങ്ങളൊക്കെ യോജിച്ചിട്ട് അതിനൊന്നും വയസ്സൊന്നും പ്രശ്നമില്ല കേട്ടോ. പലരും ഒരു 45 വയസ്സൊക്കെ ആകുമ്പോൾ ഇനി കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചിരിക്കുന്നവരുണ്ട്. അതിലൊന്നും കാര്യമില്ല. പക്ഷേ കുട്ടികളാവുന്ന ഒരു കണ്ടീഷൻ 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കലി പറ്റത്തില്ല, പാടാണ്. അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മളൊരു കുട്ടികളുണ്ടാകുന്ന റിലേഷനിലോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഈ 4 തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഇതിൽ ഏത് കൊള്ളാമോ ഏത് കൊള്ളില്ലെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചും നിങ്ങളുടെ
കപ്പാസിറ്റി അനുസരിച്ച് തിരഞ്ഞെടുക്കുക. പിന്നെ ഇതിനകത്ത് കുറച്ച് ലക്ക് ഫാക്ടറൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പറ്റുന്ന, നമുക്ക് യോജിക്കുന്ന ഒരാൾ നമുക്ക് വന്ന് ചാടുന്നത് ലക്ക് ഫാക്ടറാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് വാസ്തവമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ലക്ക് ഫാക്ടർ നമ്മൾ തിരഞ്ഞാൽ മാത്രമേ 50-50ആണ്. താൻ പാതി ബാക്കിയുള്ളത് ബാക്കി ചെയ്താൽ. അപ്പം നമ്മൾ നോക്കണം അങ്ങനത്തെ ഒരാളെ നമുക്ക് പറ്റുമോ, സെലക്ട് ചെയ്യാൻ പറ്റുമോ. അതിൽ ഇതേ നിങ്ങൾക്ക് വേണോ തിരഞ്ഞെടുക്കാം. ലവ് എന്നുള്ള ഫാക്ടർ തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ശ്രദ്ധിക്കുക, ഈ സാധനം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറും ഇഷ്ടപ്പെടാത്ത കുറച്ച് ഫാക്ടറുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക വേണം, എന്നാലേ അത് മുമ്പോട്ട് പോകുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇതുപോലെ നമ്മൾ ഇതുപോലെ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നോക്കി അത് കഴിഞ്ഞാൽ അത് കൂടുതൽ കൊണ്ടുപോകാവും. അതുപോലെ വീട്ടുകാർ അറേഞ്ച് മാരേജ് ഇതുപോലെയാണ്. ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റ് മാറ്റർ അല്ല. ഈ പിള്ളേർ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് യോജിക്കും എന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കൂടെ കൊടുക്കണം. അതാണ് അടുത്തത് ഫാക്ടർ. അല്ലാതെ കുട്ടികളില്ലാതെ കല്യാണം കഴിക്കാതെ വെറുതെ നടക്കുക. അതിന് ഈ പറഞ്ഞ ഗുണങ്ങളുണ്ട്. കല്യാണം കഴിക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വീട്ടിലൊന്നും എന്തെങ്കിലും തരാപ്പരൊക്കെ നടക്കാം. പക്ഷേ രസമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർ പലരും ഭയങ്കര പിശുക്കന്മാരാണ്. അപ്പം ഞാൻ ആലോചിച്ചേക്കും, ഇവരെന്തിനാണ് ഈ പിശുക്ക് പൈസ വെച്ചിരിക്കുന്നത്? അവരെ എൻജോയ് ചെയ്ത് നടക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആക്കുമ്പോൾ കുട്ടികൾ നമുക്ക് വേണം. കുട്ടികളുണ്ടെങ്കിലേ നമുക്ക് പോപ്പുലേഷൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിയിൽ നമ്മുടെ DNA പ്രൈമറി ക്യാരക്ടർ തന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തിന്നുക, വെളിക്കിറങ്ങുക, അല്ലെങ്കിൽ മരം പോവുക, അല്ലെങ്കിൽ ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ ആണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. അതിന് നമുക്കൊരു കുട്ടി ഉണ്ടാകുന്ന അതിൻ്റെതായ രസമാണ്. ഇല്ല വേറൊരു സിനിമയിൽ കാണിച്ച പോലെ വേറെ യൂട്രസ് എടുത്തോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ എന്തിനാണ് നമുക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അതുപോലെ നമുക്ക് യോജിച്ച് പുഴപ്പത കുട്ടികളെ വളർത്താനൊക്കെ ഒരു രസമാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. കുട്ടികളുടെ ആ ചിരിയും കളിയൊക്കെ കാണാൻ. കുറച്ച് വലുതായി കഴിയുമ്പോൾ ചിലപ്പം അവരവരുടെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുകയൊക്കെ ചെയ്തായിരിക്കും. പക്ഷേ നമ്മൾ കുറ്റം പറയാനുള്ള ഒരു സാഹചര്യം, അച്ഛനും അമ്മയും കുറ്റം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം അവരുടെ അടുത്തുള്ള ആ ഡീലിങ്ങും നമ്മൾ തന്നെയാണ് അവർ. അപ്പോൾ അവരുടെ അടുത്തൊരു ഡീലിങ്ങിൽ ഒരു പ്രത്യേക നാക്കുണ്ട്. ആ രീതിയിൽ പോയാലേ അവർക്ക് നമ്മുടെ അടുത്ത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യുള്ളൂ. അതുപോലെ ഇതിനകത്തൊക്കെ സാമ്പത്തികം ഒരു ബാധകമാണ്. സാമ്പത്തികം എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും ഒരു സേഫായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണത്തിനാണെങ്കിലും ലിവിങ് ടുഗദറിനാണെങ്കിലും ഒക്കെ ഇറങ്ങാവും. ലിവിങ് ടുഗദറിലൊക്കെ ആണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാളെങ്കിലും എപ്പോഴും സപ്പോർട്ട് ചെയ്തേ. പക്ഷേ കല്യാണത്തിന് ഇറങ്ങുമ്പോൾ രണ്ടു പേർക്കും നിർബന്ധമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇന്നത്തെ കാലത്ത് അത് ഓടില്ല. കാരണം കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ആർക്കാണ് കുട്ടികളുടെ ചിലവ് എന്നൊക്കെ ഉള്ള തർക്കം വരും. യഥാർത്ഥത്തിൽ കുട്ടികളെ ഇഷ്ടം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോഴവർ രണ്ടുപേരും അതിന് കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ബാധ്യസ്ഥരാണ്. രണ്ട് സൈഡിൽ നിന്നും ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മുമ്പൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യമാണ് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും ഒരു രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന് നടന്നാൽ ഇതാണ്. കുറേ രസമുണ്ട്, പക്ഷേ കുറേ സൈഡിൽ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെ ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.